നീ എന്തായി നോക്കുന്നേ? ഞാൻ ഇന്നലെ പുതിയ മാല വാങ്ങിയിരുന്നു, കാണുന്നില്ല. എവിടെ കൊണ്ട് വെച്ചാണോ? അതാ മുറിയിൽ എവിടെയെങ്കിലും കാണും, നീ അവിടെ കാണാൻ പോയി നോക്ക്. നീയൊന്ന് മിനിങ്ങിയിട്ടൊക്കെ കേട്ടല്ലോ. എന്തു പറ്റി? നീ ഹാപ്പി അല്ലേ? ആ ഉമ്മനൊരു 5 പേരില എന്തു പറ്റി? എടി ഞാനും ആണും തമ്മിലേ ഒട്ടും ഓക്കെ അല്ല, ഭയങ്കര ഗ്യാപ്പ്. നീ വല്ല കുരുത്തക്കേടും കാണിച്ചിട്ടുണ്ടോ? അല്ലാണ്ട് എന്താ? എടി അതല്ല, എങ്ങനെ ഇവളോട് പറയാം, ഞങ്ങളൊരു ഫിസിക്കലി ഭയങ്കര ഗ്യാപ്പ്. അപ്പൊ നിങ്ങളും ഇതുവരെ ഇല്ല? അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ, അവന് വേറെ റിലേഷൻ ഉണ്ട് ഉറപ്പാ. ഈ ഡൗട്ട് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓഫീസിൽ നിന്ന് ലേറ്റ് ആയിട്ട് വരാ, പാർട്ടിക്ക് പോവാ, ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കാം, അങ്ങനെ ഒന്നുമില്ല. ഒരു എക്സ്ക്യൂസും പറയില്ല, കറക്റ്റ് ടൈമിന് വീട്ടിലെത്തും. അതുപോലെ ഞാൻ ആളുടെ ഫോണും ചെക്ക് ചെയ്തായിരുന്നു, അതിലൊന്നുമില്ല. അങ്ങനെയാണ് നീ ഉറപ്പിച്ചോ, അവൻ മറ്റതാ. ഈ ആണുവാണ്ടുള്ള പരിപാടിയില്ലേ? എന്ത് പരിപാടി? എടി അവൻ ഗേ ആണ്. എടി ഈ ഡൗട്ടും എനിക്ക് തോന്നി. ഞാൻ ആ ഫോൺ ചെക്ക് ചെയ്ത കൂട്ടത്തില് അതും ചെക്ക് ചെയ്തു, അതുമില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ MSc സൈക്കോളജി ചാത്തന്മാരെ മനസ്സിലിരുന്ന് ആലോചിക്കട്ടെ, എന്തിനും കിട്ടുമായിരിക്കും. ഇപ്പൊ ഞാൻ പോട്ടെ, എന്നെ തല്ലി കിട്ടും, ഭർത്താവിനെടുക്കും. ഓക്കെ. ഹലോ എടി, ഇനി അവൻ വല്ല ട്രാൻസ്ഫെമിനിയനും ആണെങ്കിലോ? മനസ്സിലായില്ല. എടി വണ്ടി, അവന്റെ ഉള്ളിൽ പെണ്ണാ, അതൊക്കെ ഒരു മനസ്സുണ്ടെങ്കിലോ ഒന്ന് വെച്ചിട്ട് പോയേ. നിനക്ക് കിടക്കാറായില്ലേ? ഞാൻ 2 മണിക്കൂർ മുമ്പ് കിടന്നടോ. അയ്യോ ഏട്ടാ, എടോ സോറി, ആ ഒരു സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഐ എം റിയലി സോറി. ഏയ് നീയല്ലല്ലോ, ഞാനല്ലേ സോറി പറഞ്ഞു. ഐ സോറി. ഏയ് സോറി ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ ഇയാളെന്ത് തെറ്റാ ചെയ്ത്? ഇതൊന്നും ആരും പ്രീ പ്ലാൻഡ് ആയിട്ട് ആവുന്നതൊന്നുമല്ലല്ലോ. പക്ഷെ ഇയാൾക്ക് എന്നോടത് നേരത്തെ പറയായിരുന്നു. ഞാൻ എങ്ങനെയാമില്ല നിന്നോടത് പറയുന്നത്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ഈ കല്യാണം തന്നെ സമ്മതിച്ചത്. ഞാൻ കാരണം ആർക്കും ഒരു മോശം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ആർക്കും ഒരു മോശം ഉണ്ടാവില്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. അത് വേണ്ടമില്ല. എനിക്കറിയാം നിന്റെ ഒരു ആഗ്രഹം പോലും എനിക്ക് സാധിച്ചു തരാൻ പറ്റിയിട്ടില്ല. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിന്നെ ഇവിടെ പിടിച്ചു വെക്കണ പോലെ. ഇനി അത് വേണ്ട, എനിക്കൊരു ലൈഫുണ്ട്. നീ ഡിവോഴ്സായിട്ട് മൂവ് ചെയ്യും. എടോ അതിപ്പോൾ എൻ്റെ വീട്ടിലും തൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അതൊന്നും വേണ്ട, നമുക്ക് ഇവിടെ തന്നെ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. എടി ഈ കോംപ്ലിക്കേഷൻസ് പേടിച്ചാണ് ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നത്. ഇപ്പൊ പോകുന്നത് നിന്റെ ലൈഫും കൂടിയാ. നീ ഡിവോഴ്സായിട്ട് മൂവ് ചെയ്യണം. പിന്നെ നമ്മളിനി നല്ല ഫ്രണ്ട്സ് ആയിരിക്കും കേട്ടോ.